സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ CSS ബോക്സ് മോഡൽ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ CSS ബോക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് നമ്മൾ ഈ ബ്രൗസറിൽ കാണുന്ന എല്ലാ എലമെൻറ്റുകളും, അതിപ്പോൾ ഇതുപോലത്തെ ലിങ്ക് ആയിക്കോട്ടെ, ഈ പറയുന്ന ഇങ്ങനത്തെ ബോക്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്ത് സാധനമാണെങ്കിലും, ഈ പറയുന്ന ഹെഡിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതെല്ലാം ഒരു ബോക്സ് ആയിട്ടാണ് വന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തെളിയിച്ച് കാണിച്ചു തരാം. എല്ലാം ഇപ്പോൾ പാരാഗ്രാഫും ബോക്സാണ്. കാരണം ഇപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ കമ്പ്യൂട്ടഡ് എന്ന് പറയുന്ന ഇതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് കാണാം. നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ കമ്പ്യൂട്ടറിൽ ബോക്സ് കാണാൻ പറ്റും. കാരണം എല്ലാ എലമെൻറ്റുകളും ബോക്സ് ആയിട്ടാണ് വന്നത്. ബോക്സ് ഷേപ്പാണ്, ബോക്സിൻ്റെ ഷേപ്പാണത്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റുകളെല്ലാം ബോക്സ് ഷേപ്പ് ആയിട്ടാണ് വന്നത്. ഇതാണ് എലമെൻറ്റ്. ഇത് പാരാഗ്രാഫ് ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, ലിങ്ക് ആയിരിക്കാം. അത് ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിട്ട് വരും. പിന്നെ അതിൻ്റെ ചുറ്റിനും പാഡിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ബോർഡർ ഉണ്ട്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് എലമെൻറ്റ് മാർജിനാണ്. അപ്പോൾ ഇത്ര സിമ്പിളാണ്. HTML എലമെൻറ്റ്, അതിൻ്റെ ചുറ്റിനും പാഡിങ്, പിന്നെ ബോർഡർ, പിന്നെ മാർജിൻ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത്, ഒരു ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അത് ക്രോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് കൊടുത്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സ് മോഡൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ നോക്കി പഠിക്കാം. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. HTML എലമെൻറ്റിന് ചുറ്റും പാഡിങ് ഉണ്ട്, ബോർഡർ ഉണ്ട്, മാർജിൻ ഉണ്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ പറയുന്ന 90s, അതായത് 90കളിൽ ബ്രൗസറുകളൊക്കെ ഇറങ്ങി വന്നപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസറൊക്കെ പല രീതിയിലും ഈ ബോക്സ് മോഡൽ തെറ്റായിട്ട് കാണിച്ചു. ഇപ്പോൾ ഈ W3 ബോക്സ് മോഡൽ ഇങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ പാരാഗ്രാഫിൻ്റെ നീളം, ഇപ്പോൾ നമ്മൾ നീളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസർ പാരാഗ്രാഫിൻ്റെ നീളം ഇപ്പോൾ നമ്മൾ 300 കൊടുത്തു. മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസർ ഈ പാരാഗ്രാഫ്, അതായത് കണ്ടൻറ്റിൻ്റെ നീളം കൊടുക്കാതെ അത് വേറെ എലമെൻറ്റുകൾ, പാഡിങ് ഉൾപ്പെടുത്തി, ബോർഡർ ഉൾപ്പെടുത്തി, അതിനെല്ലാം കൂടിയാണ് നീളം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, ബഗ്ഗുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ W3 കൺസോർഷ്യം, W3 ഗ്രൂപ്പ് ഒരു റൂള് പോലെ W3 ബോക്സ് മോഡൽ എന്ന് പറയുന്നൊരു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് എല്ലാ ബ്രൗസറുകളും ഈ പറയുന്ന ബോക്സ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഹൈറ്റ്, അത് കണ്ടൻറ്റിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ പാരാഗ്രാഫ് ആണെങ്കിൽ പാരാഗ്രാഫിൻ്റെ ഹൈറ്റ്, ഇത് പാരാഗ്രാഫിൻ്റെ വീതി, പിന്നെ അതിൻ്റെ ചുറ്റും പാഡിങ്. കാരണം ഇത് ഈ പറയുന്ന നീളവും വീതിയും കണ്ടൻറ്റിൻ്റെയാണ്. അപ്പോൾ പാഡിങ് കൊടുക്കുന്ന ആ പറയുന്ന പാഡിങ്ങിന് ഇപ്പോൾ 25 കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ആണ്. അതായത് ഇതിൻ്റെ കൂടെ ആഡായി വരും. അതായത് ഇപ്പോൾ അതിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ബോക്സിൻ്റെ ടോട്ടൽ നീളവും വീതിയൊക്കെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് മാർജിൻ പ്ലസ് ലെഫ്റ്റ് ബോർഡർ പ്ലസ് ലെഫ്റ്റ് പാഡിങ് പ്ലസ് വിഡ്ത്ത് അങ്ങനെ ആഡ് ചെയ്ത് പോകും. അതായത് ഇവിടെ നിന്ന് ഈ മാർജിൻ്റെ വീതി, ഇതിൻ്റെ വീതി പ്ലസ് ഇതിൻ്റെ വീതി പ്ലസ് ഇതിൻ്റെ വീതി പ്ലസ് ഇതിൻ്റെ വീതി പ്ലസ് മാർജിൻ്റെ വീതി. അപ്പോൾ അങ്ങനെ ഈ വിഡ്ത്ത്, മാർജിൻ്റെ സൈസ്, ബോർഡറിൻ്റെ സൈസ്, പാഡിങ്ങിൻ്റെ സൈസ്, പിന്നെ ഇതിൻ്റെ വിഡ്ത്ത്, പിന്നെ ഇതിൻ്റെ സൈസ്, പിന്നെ ഇതിൻ്റെ സൈസ്, ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ബോക്സിൻ്റെ സൈസ് കിട്ടുന്നത്, ടോട്ടൽ ബോക്സിൻ്റെ സൈസ് കിട്ടുന്നത്. നാച്ചുറലി ഈ പറയുന്ന ഹൈറ്റ് എടുക്കാൻ നേരത്തും ഈ മാർജിൻ്റെ ഹൈറ്റ്, ബോർഡറിൻ്റെ ഹൈറ്റ്, പാഡിങ്ങിൻ്റെ ഹൈറ്റ്, പിന്നെ ഈ പറയുന്ന ഹൈറ്റ്, പിന്നെയും പാഡിങ്ങിൻ്റെ ഹൈറ്റ്, ബോർഡറിൻ്റെ ഹൈറ്റ്, മാർജിൻ്റെ ഹൈറ്റ്, അതൊക്കെ കൂട്ടുമ്പോഴാണ് ഹൈറ്റ് കിട്ടുന്നത്, ടോട്ടൽ ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് CSS ബോക്സ് മോഡൽ. പിന്നെ ഇതിൽ പുതിയൊരു CSS പ്രോപ്പർട്ടി കൂടിയുണ്ട്, ബോക്സ് സൈസിങ് എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ നീളം, ടോട്ടൽ നീളം കിട്ടാൻ വേണ്ടി എല്ലാം കൂട്ടിപ്പോയി. മാർജിൻ കൂട്ടണം, ബോർഡർ കൂട്ടണം, പാഡിങ് കൂട്ടണം, പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടണം, പിന്നെയും ഇവിടെ കൂട്ടി 3 സംഭവങ്ങൾ കൂട്ടിയാണ് എല്ലാത്തിൻ്റെയും നീളവും വീതി എടുക്കുന്നത്. ഇവിടെ നിന്നും കൂട്ടി വരണം, ഇവിടെ നിന്നും കൂട്ടി വരണം. പക്ഷേ ഈ കണ്ടൻറ് ബോക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഈ ബോക്സിൻ്റെ ടോട്ടൽ ഹൈറ്റും വിഡ്ത്തും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടി പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ നേരത്ത് ഞാൻ കണ്ടൻറ് ബോക്സ് നമ്മൾ ചിലപ്പോൾ നോക്കില്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ഒരു HTML എലമെൻറ്റിന് എങ്ങനെയാണ് പാഡിങ്ങും ബോർഡറും മാർജിനും കൊടുക്കുന്നത്, അത് ഏത് ലെവലിലാണ്, അത് ആദ്യം എന്താണ് വരുന്നത്, ബോർഡറാണോ മാർജിനാണോ പാഡിങ് ആണോ, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ
2 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിന് ഒന്നും തന്നെയില്ല, മാർജിനും പാഡിങ്ങും ഒന്നും തന്നെയില്ല. അപ്പോൾ നമുക്കത് പാരഗ്രാഫ് പി കൊടുത്തിട്ട് കർലി ബ്രേസസ് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ബോർഡർ കൊടുക്കാം. ബോർഡർ 1 പിക്സൽ, സോളിഡ് കൊടുക്കാം. സോളിഡ് ഉണ്ട്, ഡാഷ്ഡ് ഉണ്ട്, ഡോട്ടഡ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഡോട്ടഡ് കൊടുക്കാം, സോളിഡ് കൊടുക്കാം, ഡോട്ടഡ് കൊടുക്കാം, ഡാഷ്ഡ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡോട്ടഡ് കൊടുത്തു. ഡോട്ടഡ് റെഡ് കൊടുക്കാം, റെഡ് കണ്ട. ഇപ്പോൾ അതിന് ഒരു ബോർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ബോക്സ് ഷേപ്പാണ്, ബോക്സിൻ്റെ ഷേപ്പാണ്. ഏതൊരു എലമെൻറ്റിനും നിങ്ങൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ബോക്സിൻ്റെ ഷേപ്പിൽ വരും. അപ്പം അതുകൊണ്ടാണ് എല്ലാം ബോക്സ് ആണെന്ന് പറയുന്നത്, ബോക്സ് പോലത്തെ സാധനങ്ങളാണെന്ന് പറയുന്നത്. ഇനി പാഡിങ് കൊടുക്കാം. പാഡിങ് ഒരു 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാഡിങ് കൊടുത്തു. പാഡിങ് ഇപ്പോൾ ബോർഡറിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ബോക്സ് മോഡലിൽ കണ്ട പോലെ പാഡിങ് അകത്താണ് വന്നത്. ഇനി ബോർഡറിൻ്റെ പുറത്ത് വരുന്നത് മാർജിൻ ആയിരിക്കും. ഇപ്പോൾ മാർജിൻ ഒരു 10 കൊടുക്കാം. മാർജിൻ 10 കൊടുത്തു കഴിയുമ്പോൾ ആ മാർജിനും അതിൻ്റെ പുറത്ത് വന്നു. അപ്പോൾ ഇതാണ് ബോക്സ് മോഡൽ. ഇത്രയേ ഉള്ളൂ ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇത് ഒരു കൺസെപ്റ്റാണ്. അതായത് എല്ലാ എലമെൻറ്റുകൾക്കും ഇത് കൊടുക്കാം. അതായത് ഏതൊരു എലമെൻ്റ് എടുത്താലും, പാരഗ്രാഫിന് മാത്രമുള്ള ഇമേജ് ആണെങ്കിലും ലിങ്ക് ആണെങ്കിലും എല്ലാത്തിനും ഈ പറയുന്ന ബോക്സ് മോഡലുണ്ട്. എല്ലാത്തിനും പാഡിങ്ങും ബോർഡറും മാർജിനും ഒക്കെ കൊടുക്കാം. അപ്പം അങ്ങനെ CSSൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാം ഡിസൈൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് പോകാൻ സാധിക്കും. ബോക്സ് മോഡൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എലമെൻറ്റിനും നമുക്ക് കറക്റ്റായിട്ട് പാഡിങ്, മാർജിൻ, ബോർഡർ ഇതൊക്കെ കൊടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് മോഡൽ, അധികമൊന്നുമില്ല. പിന്നെ കണ്ടൻറ് ബോക്സ് കണ്ടൻറ് ബോക്സ് എന്ന് പറയുന്നത് ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കിട്ടും. ബോർഡർ ബോക്സും ഉണ്ട്, കണ്ടൻറ് ബോക്സും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതായത് ഈ ബോക്സ് സൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം എന്താ പറയുക, ഇതിന് വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കിട്ടുന്നതിന് പകരം ബോക്സ് സൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബോക്സിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബോക്സ് സൈസിങ് ഇല്ലെങ്കിൽ ബോക്സ് സൈസിങ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം ബോക്സിൻ്റെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ വിഡ്ത്ത് വിഡ്ത്ത് 250 പിക്സൽ കൊടുത്തു. കണ്ടപ്പോൾ വിഡ്ത്ത് 250. ഇനി ഹൈറ്റ് 100 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന സാധനത്തിൻ്റെ വിഡ്ത്തും ഹൈറ്റും എനിക്കറിയാം. ഹൈറ്റ് 100 ആണ്, വിഡ്ത്ത് 250 ആണ്. പക്ഷേ ടോട്ടൽ ബോക്സിൻ്റെ സൈസ് എനിക്കറിയില്ല. അതറിയണമെങ്കിൽ ഇപ്പോൾ ഈ 250 + 10 + 30 + 1 അങ്ങനെ ആഡ് ചെയ്ത് പോകണം. പക്ഷേ ബോക്സ് സൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബോക്സിന്, അതായത് മാർജിൻ ഉൾപ്പെടെ ടോട്ടൽ ബോക്സിൻ്റെ സൈസ് നമുക്ക് നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ആ ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.